നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ 6ാമത്തെ സ്ഥലമാണ്. 3 തരത്തിലുള്ള ആളുകൾ. ഒന്നാമതായിട്ട് യേശുവിൻ്റെ തിരുമുഖം വിരൂപമാക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ. ഗത്സമൻ തോട്ടത്തിൽ നിന്ന് യേശുവിനെ പിടികൂടിയതിനു ശേഷം പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ചും മറ്റുമായിട്ട് ഈശോയുടെ മുഖം വിരൂപമാക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പടയാളികൾ. കുരിശിൻ്റെ വഴിയിലുടനീളം അവരുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴും അവർ തല്ലിയും തൊഴിച്ചും ഈശോയുടെ തിരുമുഖം വികൃതമാക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് നമ്മുടെ ഇടയിലും കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ മുഖം പല രീതിയിൽ വിരൂപമാക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിരൂപമായ യേശുവിൻ്റെ തിരുമുഖത്തെ നോക്കി പരിഹസിക്കുന്നവരാണ്. പണ്ട് ഈ മുഖമൊന്ന് കാണുവാനായിട്ട് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇന്ന് യേശുവിൻ്റെ വിരൂപമായ മുഖം നോക്കി പരിഹസിക്കുകയും തട്ടഹസിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇത്തരത്തിലുള്ള ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ വികൃതമായ മുഖത്തെ നോക്കി പരിഹസിക്കുന്നവർ. എന്നാൽ മൂന്നാമത്തെ വ്യക്തി വെറോനിക്കയാണ്. ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീയായിരുന്നിരിക്കണം അവർ. യേശുവിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടും യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടും യേശുവിൽ ദൃഢമായ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു സ്ത്രീ. അവൾ യേശു ദൈവപുത്രനാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ മുഖം വികൃതമാക്കുന്നവരുടെയും യേശുവിൻ്റെ വികൃതമാക്കപ്പെട്ട മുഖത്തെ നോക്കി പരിഹസിക്കുന്നവരുടെയും ഇടയിലൂടെ ചങ്കൂറ്റത്തോടെ ദൃഢവിശ്വാസത്തോടെ അവൾ കടന്നു വന്നത്. അങ്ങനെ കടന്നു വരുവാനായിട്ട് നല്ല ധൈര്യം വേണം എന്നതിൽ സംശയമില്ല. അവളാകട്ടെ യേശുവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് നൽകുന്നവളാണ്. പലപ്പോഴും യേശുവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടാകാം. എന്നാൽ പരിഹസിക്കുന്നവരുടെയും യേശുവിൻ്റെ മുഖം വികൃതമാക്കുന്നവരുടെയും ഇടയിലൂടെ കടന്നു വരുവാനുള്ള ചങ്കൂറ്റം പല സമയത്തും നമുക്കുണ്ടാവാറില്ല. നമ്മളതുകൊണ്ട് തന്നെ ഉൾവലിഞ്ഞ് ആ ജെറുസലേമിലുണ്ടായിരുന്ന മറ്റു സ്ത്രീജനങ്ങളെപ്പോലെ വീടിൻ്റെ അകത്തോ ജനക്കൂട്ടത്തിനിടയിലോ ഒളിച്ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ബസ് ചാർജ് വർധനവിനെതിരെ വലിയ സമരം നടക്കുകയായിരുന്നു. കോളേജ് കുട്ടികളും പോലീസുകാരും മുഖത്തോട് മുഖം വന്നു. പെട്ടെന്ന് എല്ലാം കൈവിട്ടുപോയി. വലിയ അടിയായി. അതിനിടയിൽ വഴിയരികിൽ ചെരുപ്പ് കുത്തിയിരുന്ന സ്ത്രീയെ ആരോർക്കാൻ. എന്നാൽ അതിൽ ഒരുവൻ ആ സ്ത്രീയെ വാരിയെടുത്ത് ഒരു പീഡികത്തിണ്ണയിൽ ഇരുത്തി. വളരെ വലിയ സംഘർഷത്തിനിടയിൽ ആ സ്ത്രീ തന്നെ വാരിയെടുത്തോടിയവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന വയോധികയുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. മരണത്തിൻ്റെ കയ്യത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ എന്നാണ് ആ സ്ത്രീ മറുപടി പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പുകാലത്ത് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. യേശുവിൻ്റെ മുഖം വികൃതമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല നാം. യേശുവിൻ്റെ വികൃതമാക്കപ്പെട്ട മുഖത്തെ നോക്കി പരിഹസിക്കുവാനും വിളിക്കപ്പെട്ടവരല്ല. എന്നാൽ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ മുഖം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം. ഇന്ന് വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളുടെയും ആധാരം ആ തിരശ്ശീലയാണ്. വെറോനിക്ക യേശുവിൻ്റെ മുഖം പകർത്തിയെടുത്ത ആ തിരശ്ശീല. നമുക്കും യേശുവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് നൽകുന്നവരാകാം. എൻ്റെ ഈശോയെ, പല സന്ദർഭങ്ങളിലും നിൻ്റെ മുഖം മറ്റുള്ളവർക്ക് നൽകുന്നതിന് പകരം നിൻ്റെ മുഖത്തെ വികൃതമാക്കുവാനും നിൻ്റെ വികൃതമാക്കപ്പെട്ട മുഖത്തെ നോക്കി പരിഹസിക്കുവാനുമാണല്ലോ ഞാൻ തുനിഞ്ഞത്. ഈശോയെ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നിൻ്റെ മുഖം മറ്റുള്ളവർക്ക് നൽകുവാൻ നിൻ്റെ ആഴത്തിൽ മുറിപ്പെട്ട നിൻ്റെ തിരുമുഖത്തിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.